നമസ്കാരം. തൊടുപുഴയിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം വിട്ടുമാറുന്നതിന് മുൻപാണ് മലപ്പുറത്ത് ബാലികയ്ക്ക് മർദ്ദനമേറ്റു എന്ന വാർത്ത എത്തിയത്. എടപ്പാളിൽ ആശുപത്രിക്ക് സമീപം ആക്രിസാധനം പെറുക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ചാക്കിനുള്ളിൽ ഭാരമേറിയതെന്തോ വെച്ച് തലക്കടിക്കുകയായിരുന്നു എന്നാണ് ബാലിക പറഞ്ഞത്. ബാലികയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്കും മർദ്ദനമേൽക്കുകയായിരുന്നു. പഴയ ഇരുമ്പ് സാധനങ്ങൾ നിറച്ച ചാക്ക് കൊണ്ട് ആന്ധ്ര ബാലികയുടെ തലയടിച്ചു പൊളിച്ച വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ C. രാഘവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രിപിറക്കി വിറ്റ് ജീവിക്കുന്ന പെൺകുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ട്. രക്ഷിക്കാനെത്തിയ മാതൃ സഹോദരിക്കും പരിക്കേറ്റു. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തെ തുടർന്ന് രാഘവനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ 10ഓടെയായിരുന്നു സംഭവം. എടപ്പാൾ പട്ടാമ്പി റോഡിലുള്ള തന്റെ കെട്ടിടത്തിനടുത്ത് നിന്ന് പെൺകുട്ടി ആക്രി പെറുക്കുന്നത് രാഘവൻ വിലക്കി. തുടർന്നും സാധനങ്ങൾ പെറുക്കിയെന്ന പേരിൽ ചാക്ക് പിടിച്ചു വാങ്ങി രാഘവൻ തലക്കടിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ചോര വാർന്നൊലിക്കുന്ന കുട്ടിയെ നാട്ടുകാർ ഉടൻ എടപ്പാൾ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. പിന്നീട് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് സ്കാനിംഗ് നടത്തി. ബഹളം കണ്ടു ഭയന്ന കുട്ടിയും ഒപ്പമുണ്ടായിരുന്നവരും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിയെങ്കിലും ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ചേർന്ന് തുടർന്നാണ് ജില്ലാ ബാലസംരക്ഷണ യൂണിറ്റ് ഇടപെട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കൂടെയുണ്ടായിരുന്ന 12 വയസ്സുള്ള സഹോദരിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രയിൽ നിന്നെത്തിയതാണ് പെൺകുട്ടിയുടെ കുടുംബം. 2 കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.